പുലിയെന്ന നാട്ടുകാർ, കാട്ടുപൂച്ചയെന്ന് വനം വകുപ്പ്. പത്തനംതിട്ട ഏനാത്ത് ഇളങ്കമംഗലത്ത് ഇറങ്ങിയ വന്യജീവിയുടെ CCTV ക്യാമറ ദൃശ്യങ്ങൾ കണ്ടാൽ ആരും ഭയന്നു പോകും. പുള്ളിയുണ്ട്, നീളമുള്ള വാല്, സാമാന്യം വലിപ്പവും. ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ പുള്ളിമൂട്ടിൽ വീടിന്റെ അടുക്കള ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറയിലാണ് ചെറിയ ഡോറിന് വെളിയിലൂടെ പുലിയെന്ന് സംശയിക്കുന്ന വന്യജീവി കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പകർന്നത്. ലീല ആൻറ്റി അമ്മയാണ് ഇവിടുത്തെ താമസക്കാരി. അറിഞ്ഞില്ല. ഇല്ല, മോൻ പറഞ്ഞിട്ടാ അറിഞ്ഞു. ഇതിനെപ്പറ്റി അറിഞ്ഞില്ല. മോൻ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞു. പുലിയാണെന്ന് പറയുകയും ചെയ്തു. പിന്നെ ഇന്നലെ അവർ വന്ന് നോക്കിയപ്പോൾ അവർക്കും സംശയമായിരുന്നു പുലിയാണെന്നോ പൂച്ചയാണെന്നോ എന്നുള്ളത്. പിന്നെ ഇറങ്ങിയില്ല. ഇന്നലെ മനഞ്ഞാന്നൊന്ന്, ഇന്ന് ഇതുവരെ ഇറങ്ങി. പിന്നെ പേടിയുണ്ട്, ചാടി കയറുമെന്നല്ലേ പറയുന്നത്. നായ അല്ലാതെ മറ്റേതെങ്കിലും ജീവിയെ രാത്രികാലത്ത് കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള സമാന രീതിയിലുള്ളത്? കാടനുണ്ട്, കാടന്, പന്നി മിക്കവാറും ഈ ചീനിക്കകത്ത്, ഇവിടെ ചീനി ഉണ്ടല്ലോ, അത് ചാടി വരുന്ന കണ്ടിട്ടുണ്ട്. പുലിയാണെന്ന് സംശയിച്ചാണെന്ന് തോന്നുന്നു മക്കളൊക്കെ വന്നതല്ലയോ? ആ മോള് വന്ന് പിന്നെ അവരെ മറ്റു മോന്മാർ രണ്ടുപേരും വിളിച്ചോണ്ടിരിക്കുക, തന്നല്ല ഉള്ളു. CCTV ക്യാമറയുടെ ഔട്ട് മൊബൈൽ ഫോണിൽ കണ്ട വിദേശത്തുള്ള മക്കൾ പറഞ്ഞപ്പോഴാണ് ലീല ആൻറ്റി ഈ വിവരം അറിയുന്നത്. ഈ കല്ലടയാറ് കടന്നു പോകുന്ന മേഖലയാണ്. 150 മീറ്ററോടെ പിന്നോട്ട് പോയാൽ കല്ലടയാറിൻ്റെ പ്രദേശമാണ്. ഈ വനമേഖല ഏറെ ദൂരത്താണ്. പുലി ആവാൻ സാധ്യത വളരെ കുറവാണെന്ന് തോന്നുന്നല്ലേ? പുലി ഫോറസ്റ്റുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലാണ്. കാര്യം ഇത് നേരത്തെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതുപോലെ ജീവി ആരും കണ്ടിട്ടില്ല. ഇപ്പം കാട്ടുപൂച്ചയായ തന്നെ ഇത് പലരും കാണേണ്ടതല്ലേ. ഇത് അങ്ങനെയൊന്നും ആരും കണ്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. എന്നെയും ഇവിടുത്തെ റേച്ചാൻ ഗൾഫിൽ നിന്ന് വിളിച്ചായിരുന്നു. ഈ CCTV ദൃശ്യം ഇട്ട് തന്നായിരുന്നു. എന്നാൽ അധികാരികളാരും ഇതുവരെ ഫോറസ്റ്റിലൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവരാരും വന്ന് ഇതൊന്ന് നോക്കി ഇതെന്തുവാണെന്ന് സ്ഥിരപ്പെടുത്താനൊന്നും അവരും ഇതുവരെ അവനെ കേട്ടിട്ടില്ല. എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. വനം വകുപ്പും അതോടൊപ്പം തന്നെ പോലീസും CCTV ദൃശ്യങ്ങൾ വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. വനം വകുപ്പ് വിശദീകരിക്കുന്നത് കാട്ടുപൂച്ചയാണ് എന്നുള്ളതാണ്. എന്നാൽ പ്രദേശവാസികളും വീട്ടുകാരും അത് പൂർണ്ണ തോതിൽ വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല. ജയേന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.